വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. നമ്മൾ ഇന്ന് ചാപ്റ്റർ 7 റാണീസ് ഗിഫ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട്, കുഞ്ഞൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. Once upon a time, Raja Jagatdeep wanted to make a beautiful carved bed for his queen. He called his best carpenter from the town. അപ്പൊ രാജ ജഗദീപ് ക്വീന് വേണ്ടിയിട്ട് നല്ലൊരു ബെഡ് ഉണ്ടാക്കാനായിട്ട് ടൗണിലെ നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാർപ്പൻറ്ററെ വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. രാജാവ് എന്താ പറയുന്നത്? ഐ വാണ്ട് എ ബെഡ് വിച്ച് ഈസ് 10 handspan ലോങ്. 10 handspan. ഹാൻഡ്സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള, നോക്കില്ലേ നമ്മൾ അളവ്, അതാണ് ഹാൻഡ്സ്പാൻ. അങ്ങനെ 10 handspan ലോങ് ആയിട്ടുള്ള എന്ത് വേണം? ബെഡ് വേണം എന്ന് പറയാണ്. അപ്പൊ കാർപ്പൻറ്റർ എന്താ പറഞ്ഞേ? ഓക്കെ മഹാരാജ്. The carpenter started making the bed. കാർപ്പൻറ്റർ എന്ത് ചെയ്യാണ്? അങ്ങനെ ബെഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റാണി വന്നിട്ട് നോക്കിയപ്പോ എന്താണ്? റാണി പറയണ, ഐ ആം അൺഎബിൾ ടു ഫിറ്റ് ഇൻ. റാണി ഇരിക്കുന്ന ഇതില് കൊള്ളുന്നില്ല, ഇത് ചെറുതാണ് എന്ന് പറയാണ്. 1 2 3 എന്ന് പറഞ്ഞിട്ട് രാജാവ് എന്താണ് കണ്ടു? ഹാൻഡ് സ്പാൻ കൗണ്ട് ചെയ്യാണ്. രാജാവ് എന്താ അങ്ങനെ കൈ വെച്ചിട്ട് നോക്കാണ് എത്രയുള്ളത് എന്ന്. അപ്പൊ നോക്കുമ്പോ എന്താണ്? ഇറ്റ് ഈസ് ഓൺലി 8 handspan. രാജാവ് പറയാണ് ഇത് 8 ഉള്ളൂ. രാജാവ് എന്താ പറഞ്ഞുള്ളത്? 10 വേണമെന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. ബട്ട് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അപ്പോ കാർപ്പൻറ്ററെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യത്തോടു കൂടി ആലോചിക്കാണ്. അതെങ്ങനെയാ സംഭവിച്ചേ? കാർപ്പൻറ്ററുടെ കൈയും രാജാവിന്റെ കൈയും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വലിപ്പം ഉണ്ടാവുക അല്ലെ? നിങ്ങളുടെ കൈന്റെ അതേ വലിപ്പാണോ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വീട്ടിലെ എൽഡേഴ്സിന്റെയോ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഉണ്ടാവുക? അല്ല അല്ലെ? നിങ്ങളൊരു പേപ്പർ വെച്ചിട്ട് നിങ്ങളെ കൈ ഇങ്ങനെ വരച്ചു നോക്കുക. അതുപോലെ തന്നെ എൽഡേഴ്സിന്റെ ആരെങ്കിലും കൈയോ അതുപോലെ വരച്ചു നോക്കൂ. വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത് അല്ലേ ഉള്ളത്? കാർപ്പൻറ്റർ എന്ത് ചെയ്യാണ്? ഹാൻഡ് സ്പാന് അളന്ന് നോക്കുകയാണ് ഹാൻഡ് സ്പാനിൽ. അപ്പൊ 1 2 3 പറഞ്ഞിട്ട് എത്രയാണ് കിട്ടി? ഇറ്റ് ഈസ് 14 handspan. 14 ഉണ്ട് എന്ന് പറയാണ്. Everyone including the Raja was confused. എല്ലാവരും എന്തായി? കൺഫ്യൂസ്ഡ് ആയി പോയി. I have a solution for this. അപ്പൊ എന്താ പറയണത്? മന്ത്രി പറയാണ്, എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ അറിയാം. എന്താ സൊല്യൂഷൻ? Discuss the solution which have given by the മന്ത്രി to solve the confusion. കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് മന്ത്രി പറഞ്ഞ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞാൽ ഒരു ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്, ഇത്രയും ലെങ്തിനെയാണ് നമ്മൾ ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരുടെ കയ്യും എന്തായിരിക്കാം? വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത് ആവും അല്ലെ? നിങ്ങളുടെ കൈയിന്റെ അതേ വലുപ്പാവില്ല നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യ്, അല്ലെ ബ്രദേഴ്സിന്റെയോ സിസ്റ്റേഴ്സിന്റെ കൈയിന്റെ വലുപ്പം ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓരോ ലെങ്ത് ആയിരിക്കും. ഇവിടെ തന്നെ പേരുടെ കൈയിന്റെ വലുപ്പം 2 ആണ് അല്ലെ? അപ്പൊ ഒരാള് പറയുന്ന 1 ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് വരും. വേറൊരാളുടെ 1 ഹാൻഡ് സ്പാനോ കണ്ടോ, ഇത്രയും ലെങ്തേ വരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് കൊണ്ടുവരുന്നത്. അതാണ് എന്താണ്? സ്കെയിലുകളെല്ലാം കണ്ടിട്ടില്ലേ? എല്ലാ സ്കെയിലുകളും എന്തായിരിക്കും? ഒരേ യൂണിറ്റ് ആയിരിക്കും അല്ലെ ഉണ്ടായിരിക്കുക. ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സ്കെയിലിലും എന്തായിരിക്കും? ഒരേ അളവായിരിക്കും. ഇവിടെ നിന്ന് മുതൽ ഇതുവരെയാണ് 1 സെന്റിമീറ്റർ. നിങ്ങൾ ഏത് സ്കെയിൽ എടുത്ത് നോക്കിയാലും 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് മെഷർ ചെയ്ത് നോക്കിയാൽ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലും എല്ലാ സ്കെയിലുകളിലും നിങ്ങൾക്ക് എന്താണ്? ഏത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്താലും 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ചെറിയ സ്കെയിൽ ഉണ്ട്, വലിയ സ്കെയിൽ ഉണ്ട്, അപ്പൊ അതിൽ വ്യത്യാസം വരുന്നില്ലേ? ഇതിൽ എന്താ വ്യത്യാസം വരുന്നത്? ചെറിയ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 1 മുതൽ 15 വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ബിഗ് ആയിട്ടുള്ള സ്കെയിലിൽ എങ്ങനെ? 30 വരെ എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെറിയ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. വലിയ അളവുകൾ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ലെങ്ത് കൂടിയതാണെങ്കിൽ നമുക്ക് വലിയ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം. അപ്പൊ ഈ ചെറിയ സ്കെയിലിലെ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നതും വലിയ സ്കെയിലിലെ 15 സെന്റിമീറ്റർ എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരേ ലെങ്ത് ആയിരിക്കും. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ ഒരു വലിയ സ്കെയിൽ എടുക്കുക,
ഒരു ചെറിയ സ്കെയിൽ എടുക്കുക, എന്നിട്ട് വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിലും ഒരേ മെഷർമെന്റ് ആണ് വരുന്നത് എന്ന്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഈ സ്കെയിലുകളെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഹാൻഡ് സ്പാന് നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ, ഓരോരുത്തരുടെയും അത് വ്യത്യസ്തമായിരിക്കും. യൂസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് താഴെ കാണിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, വിൻഡോ, എന്തൊക്കെ എത്ര ലെങ്ത് വരുന്നുണ്ടെന്ന് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് മെഷർ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റഡ് ലെങ്ത്. നമ്മൾ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആ ബുക്ക് വെക്കേണ്ടി വരും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത്, അത് നമ്പർ ആദ്യം നമ്മൾ എഴുതണം. എത്രയാ, 2 ആയിരിക്കാം. 2 എന്ന് തോന്നുന്നവർക്ക് 2 എഴുതാം. എന്നിട്ട് പിന്നെ ആക്ച്വൽ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് ഡെസ്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് നോക്കണം. ബുക്ക് ഇങ്ങനെ വെച്ച് നോക്കുക. 1, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുക. 2, 3, 4, 5. അങ്ങനെ എത്ര പ്രാവശ്യം വെക്കുമ്പോഴാണോ, ചിലപ്പോ 5 ആയിരിക്കാം, ചിലപ്പോ 2 ആയിരിക്കാം, ചിലപ്പോ 4 ആയിരിക്കാം. നിങ്ങൾ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് എത്രയാ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ എന്ന് വെച്ചാൽ അതെന്ത് എഴുതുക, ഇവിടെ ആക്ച്വൽ ലെങ്ത്തിൽ എഴുതുക. ഇപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ എത്രയാ നമുക്ക് കിട്ടിയത്, 5 അല്ലേ. ഇത് നിങ്ങൾക്ക് 5 ആകണം എന്നില്ല, നിങ്ങൾ നോക്കി എഴുതുക കേട്ടോ. ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ബുക്ക് വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ലെങ്ത് മെഷർ ചെയ്യാൻ? നിങ്ങൾ ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ലെങ്ത് എഴുതാം. എത്ര, 4 വെക്കാം. ജസ്റ്റ് 1, 2, 3, 4. ഇവിടെ സെയിം 4 തന്നെ കിട്ടിയത്. നമുക്ക് 4 എഴുതാം അല്ലേ. ഈ 3 ആ കിട്ടിയച്ച 3 എഴുതുക, 5 ആ കിട്ടിയച്ച ഏതാ നമ്പർ കിട്ടിയച്ച എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വിൻഡോ. എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ലെങ്ത് നിങ്ങൾ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ആക്ച്വൽ ലെങ്ത് മെഷർ ചെയ്തിട്ട് എഴുതുക. ഓക്കെ. കവിത ഈസ് ഗോയിങ് ടു ദ സ്കൂൾ ഫ്രം ഹെർ ഹോം. ഷീ ഈസ് ഗെറ്റിംഗ് ലേറ്റ്. Which path should she use to reach the school fast? Mark it in the picture given below. നിങ്ങൾ ഇവിടെ കവിതയ്ക്ക് എന്താണ്, സ്കൂളിൽ എത്താൻ ലേറ്റ് ആയി. അപ്പോ ഇതിൽ ഏത് വഴി കൂടെ പോയാലാണ് കവിതയ്ക്ക് വേഗത്തില് സ്കൂളിൽ എത്താൻ പറ്റുക നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഏത് പാത്താണ് കവിതയ്ക്ക് ഈസി ആയിട്ടുള്ളത്, ഈ പോകുന്നതാണ് അല്ലേ. ഇതെങ്ങനെ, ചൂസ് ദ ലോങ്സ്റ്റ് പാത്ത് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കണം. നോക്കാം, ഇവിടെ എന്താ വന്നത്, 1, 2, 3, 4, 5, 6 നമ്പർ അല്ലേ. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ്, ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത് ഇതാണ്. ആൾസോ മേക്ക് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എ ടു ബി. എയിൽ നിന്നും ബിക്കുള്ള ഷോർട്ടസ്റ്റ് ഏതാണ്, 6 അല്ലേ. ഇതാണ് ഷോർട്ടസ്റ്റ്. Let me stack the blocks and find the height of my toys. നമ്മൾ ചെയ്യേണ്ടത്, ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ടോയുടെ ഹൈറ്റ് കണ്ടെത്താനാ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം, ജിറാഫിന്റെ ഹൈറ്റ് എത്ര നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ജിറാഫിന്റെ ഹൈറ്റ് എത്ര വരുന്നത്, 9. The giraffe is 9 blocks tall. Dash is 7 blocks tall. ഏതാണ് 7 blocks വരുന്നത് നോക്കാം. ഇവിടെ camel എത്രയാണ്, 1, 2, 3, 4, 5, 6, 7. 7 blocks tall ആണ് അല്ലേ. So the camel is 7 blocks tall. Monkey എത്രയാണ്, 1, 2 blocks tall. എലിഫന്റോ, എലിഫന്റ് എത്രയാന്നാ നമ്മൾ പറഞ്ഞേ,
5 blocks tall. How long is your hand? Trace your hand in the space given below and count the number of lines. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കൈ വച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം. നിങ്ങൾ കൈ വെച്ച് വരച്ചിട്ട് എന്ത് ചെയ്യണം? ആ കൈയിന്റെ ഉള്ളില് എത്ര ലൈനുകൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ. Pumpkins open. Look at the picture and compare which vegetables are lighter or heavier than the other vegetable. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിക്ചർ നോക്കിയിട്ട് ഏതാണ് ലൈറ്റർ ആൻഡ് ഹെവിയർ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. എന്താ ഹെവിയർ ലൈറ്റർ എന്നൊക്കെ പറഞ്ഞാ അറിയില്ലേ? നല്ല വെയിറ്റ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹെവിയർ എന്ന് പറയും. ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലാത്തതിന് ഇപ്പൊ ചില്ലിയൊക്കെ എന്താണ്? വെയിറ്റ് ഇല്ലല്ലോ. ഒരു ചില്ലിയൊക്കെ പിടിച്ചു നോക്കൂ. ഒരു ചില്ലിയാണോ ഇല്ലെങ്കിൽ ഒരു വാട്ടർമെലൻ ആണോ? രണ്ടോ, ഒരു കയ്യില് ചില്ലി ഒരു കയ്യില് വാട്ടർമെലനും പിടിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചില്ലി എന്താണ്? ലൈറ്റർ ആണ്. വാട്ടർമെലൻ എന്താണ്? ഹെവിയർ ആണ് അല്ലെ? നല്ല വെയിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ഇവിടെ കണ്ടോ ഒരു ട്രീയുടെ ചുവട്ടിൽ കുറേ വെജിറ്റബിൾ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുണ്ട് അല്ലെ? ആരൊക്കെയാണ് ഉള്ളത്? പംകിൻ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, വാട്ടർമെലൻ, പിന്നെന്താണ്? ബോട്ടിൽ ഗാർഡ് ഉണ്ട്, മസ്ക് മെലൻ ഉണ്ട്, മസ്ക് മെലൻ, ചില്ലി, ലേഡീസ് ഫിംഗർ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ തമ്മിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം. പംകിൻ എന്താ പറയുന്നത്? ഐ ആം ഹെവിയർ ദാൻ ബോട്ടിൽ ഗാർഡ്. ഞാൻ ബോട്ടിൽ ഗാർഡിനേക്കാളും ഹെവിയർ ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ ക്യാപ്സിക്കം പറയാണ് ഐ ആം ലൈറ്റർ ദാൻ കോളിഫ്ലവർ. ഞാൻ കോളിഫ്ലവറിനെക്കാട്ടിലും ലൈറ്റർ ആണ്. അപ്പൊ വാട്ടർമെലൻ പറയാണ് ഐ ആം ഡാഷ് ദാൻ പംകിൻ. പംകിനെക്കാട്ടിലും എന്താണെന്നാണ് പറയുന്നത്? പംകിനെക്കാട്ടിലും ഹെവിയർ ആണ്. പൊതുവെ വാട്ടർമെലനും പംകിനും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഹെവിയർ ആണോ ലൈറ്റർ ആണോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? വാട്ടർമെലനും പംകിൻ വളരെ വലുതും ഉണ്ടായിരിക്കും, വാട്ടർമെലൻ കുറച്ച് ചെറുതും ഉണ്ടായിരിക്കും. ചിലപ്പോ സെയിം വെയിറ്റ് ആയിരിക്കാം. നമുക്ക് അതെങ്ങനെ അറിയാം? നമ്മൾ വെയിറ്റ് നോക്കാറുണ്ട് അല്ലെ വാങ്ങിക്കുമ്പോഴൊക്കെ. നമുക്ക് അതിനെ പറ്റി ഈ കുഞ്ഞ് സ്റ്റോറി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ കണ്ടാൽ തന്നെ നമുക്കറിയാം വാട്ടർമെലൻ കുറച്ച് ബിഗ് ആണ് അല്ലെ പംകിനെക്കാട്ടിലും. അപ്പൊ ഐ ആം ഹെവിയർ ദാൻ പംകിൻ. ഐ ആം ഹെവിയർ ദാൻ എ ക്യാരറ്റ്. ഞാനൊരു ക്യാരറ്റിനെക്കാട്ടിലും ഹെവിയർ ആണെന്ന് ബോട്ടിൽ ഗാർഡ് പറയാണ്. അപ്പൊ ഇവിടെ ഒരാളുണ്ട്. ആരാത്? ചില്ലി ഇരുന്നിട്ട് എന്താ പറയണേ? ഐ ടെൽ യു ഐ ആം ദ മോസ്റ്റ് ഡാഷ്. മോസ്റ്റ് എന്തായിരിക്കും? ലൈറ്റർ അല്ലേ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. മസ്ക് മെലൻ ഈസ് ഹെവിയർ ദാൻ ക്യാരറ്റ്. ദാ മസ്ക് മെലൻ കാണുന്നുണ്ടോ? മസ്ക് മെലൻ ക്യാരറ്റിനെക്കാട്ടിലും ഹെവിയർ ആണ് അല്ലേ? ഇനി പറയുന്നത് എന്താണ്? ക്യാപ്സിക്കം ഈസ് ലൈറ്റർ ദാൻ. ക്യാപ്സിക്കം ആരെക്കാട്ടിലും ലൈറ്റർ ആണ്? കോളിഫ്ലവർ അല്ലേ? ഡാഷ് ഈസ് ഹെവിയർ ദാൻ ഡാഷ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന എന്താണ്? പംകിൻ ഈസ് ഹെവിയർ ദാൻ ക്യാപ്സിക്കം അല്ലെ? ക്യാപ്സിക്കത്തെക്കാളും ഹെവിയർ അല്ലേ പംകിൻ? അപ്പൊ ഞാൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. വാട്ടർമെലൻ ഈസ് ഹെവിയർ ദാൻ ബോട്ടിൽ ഗാർഡ് എന്നോ ഇല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് ഈസ് ഹെവിയർ ദാൻ ക്യാരറ്റ് എന്നോ അങ്ങനെയൊക്കെ എഴുതാട്ടോ. ഡാഷ് ഈസ് ലൈറ്റർ ദാൻ ഡാഷ്. അവിടെ എന്താണ്? ചില്ലി ഈസ് ലൈറ്റർ ദാൻ ക്യാപ്സിക്കം. അതുപോലെ ഞാൻ അങ്ങനെയാണ്. ഇവിടെ ചില്ലി ഈസ് ലൈറ്റർ ദാൻ ക്യാപ്സിക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചില്ലി ഈസ് ലൈറ്റർ ദാൻ ക്യാരറ്റ് എന്നോ ഇല്ലെങ്കിൽ വാട്ടർമെലൻ എന്നോ ഇത് എഴുതാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഡാഷ് ഈസ് ദ ഹെവിയസ്റ്റ് ഓഫ് ആൾ. ഏതാ? ഇവിടെ പംകിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡാഷ് ഈസ് ദ ലൈറ്റസ്റ്റ് ഓഫ് ആൾ. ഏതാണ്? ചില്ലി. യു തിങ്ക് ഈസ് ഹെവിയർ, എ പംകിൻ ഓർ എ വാട്ടർമെലൻ? പംകിൻ ആണോ വാട്ടർമെലൻ ആണോ ഹെവിയർ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാറ്? ഏതാ ഹെവി എന്ന് മനസ്സിലാക്കാറ് എങ്ങനെയാണ്? നമ്മള് വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ട്. വെയിങ് മെഷീൻ എല്ലാവരും കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള വെയിങ് മെഷീൻ ഉണ്ട് അല്ലെ? നമ്മൾ വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് നോക്കാറ് അല്ലെ? പലതരത്തിലുള്ള വെയിങ് മെഷീൻ ഉണ്ട്. ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ഇങ്ങനെ വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് ഹെവിയർ ഏതാണ് ലൈറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് അല്ലേ? കളക്ട് എ ഫ്യൂ തിങ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. സോർട്ട് ഔട്ട് ദ ലൈറ്റസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് among these. Arrange all the things in the increasing order of their weight. How do you know which is light
and weight is heavy. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്യൂ തിങ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അതൊക്കെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഹെവിയസ്റ്റും ലൈറ്റസ്റ്റും കണ്ടുപിടിക്കുക. എന്നിട്ട് സോർട്ട് ഔട്ട് ദ ലൈറ്റസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് എമംഗ് ദീസ്. നിങ്ങൾ അത് അറേഞ്ച് ചെയ്യണം. ഹെവിയസ്റ്റും ലൈറ്റസ്റ്റും അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ആൾ ദ തിങ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ വെയിറ്റ്. അതിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഓർഡറിൽ നിങ്ങൾ ആ തിങ്സ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. മേക്ക് യുവർ ഓൺ ബാലൻസ്. 2 പേപ്പർ കപ്പ് എടുത്തിട്ട് നിങ്ങൾ ഒരു ത്രെഡ് ഉപയോഗിച്ച് അത് കെട്ടി ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ഹാങ്ങറിൽ ഇത് എന്ത് ചെയ്യണം, ഹാങ് ചെയ്യണം. നൗ കമ്പയർ എനി 2 ഒബ്ജക്ട്സ് ലൈക്ക് ഇറേസർ ബോർഡ്, ബീഡ്, പെൻസിൽ, ക്രയോൺസ് എക്സെട്ര ടു സീ വിച്ച് വൺ ഈസ് ഹെവിയർ ആൻഡ് ലൈറ്റർ. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഒരു വെയിങ് ബാലൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പെൻസില്, ഇറേസർ, ബോള്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, ക്രയോൺസ്, അതൊക്കെ ഒന്നിൽ വെച്ച് നോക്കിയിട്ട് ഹെവിയർ എന്നും ഏതാണ് ലൈറ്റർ എന്നും കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും, ഹെവിയർ ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യും, അത് താഴേക്ക് താഴ്ന്നു പോകും അല്ലെ, വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് താഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും. ലൈറ്റർ ആയിട്ടുള്ള ഭാഗം മേലേക്ക് പോകും. ഹെവിയസ്റ്റ് വൺ. ഇതിലെ ഹെവിയസ്റ്റ് വൺ ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ സർക്കിൾ ചെയ്യണം. നോക്കി നോക്കൂ, പെൻസിൽ, ബുക്ക്, ബാഗ്, ലിഡ്, ഏതാണെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? ബാഗ് ആണല്ലേ. അപ്പൊ അത് സർക്കിൾ ചെയ്യാം. സർക്കിൾ ദ ലൈറ്റസ്റ്റ് വൺ. ഇതിലെ ഏറ്റവും ലൈറ്റ് ഏതാണ്? ഇറേസർ. ടിക്ക് ദ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് വിച്ച് വിൽ മേക്ക് ദ ബാലൻസ് ഗോ ഡൗൺ. മാർക്ക് ലൈറ്റ് എൽ. ലൈറ്റ് ആണെങ്കിൽ അവിടെ എൽ എന്ന് മാർക്ക് ചെയ്യുക. ഹെവി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എച്ച് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. ദാ ഇവിടെ എന്താ തന്നിട്ടുള്ള, ഒരു പംകിൻ തന്നിട്ടുണ്ട് അല്ലെ. പംകിൻ, പൊട്ടറ്റോ. ഇതിൽ ഏതാണ്? പംകിൻ എന്താണ്? ഹെവിയർ ആണ്. പൊട്ടറ്റോ ലൈറ്റർ ആണ് അല്ലെ. നമ്മൾ ഹെവി ആണോ ലൈറ്റ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? ബാലൻസിന്റെ ഒരു ഭാഗത്ത് ഒരു ഫ്രൂട്ടബിൾ വെക്കുക, മറുഭാഗത്ത് വേറെ വെജിറ്റബിൾ വെക്കുക അല്ലെ. അപ്പൊ അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മള് ഏതാണ് ലൈറ്റർ എന്ന് ഹെവിയർ ഒന്നും കണക്കാക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചില്ലിയാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കാം. ഇവിടെ പൊട്ടാറ്റോ വെച്ച് എന്താണ്, ആരാ ഹെവിയർ? ചില്ലിയെക്കാളും ഹെവിയർ പൊട്ടാറ്റോ അല്ലേ. അപ്പൊ നമ്മള് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഏതാണ് ഹെവിയർ ഏതാണ് ലൈറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മറ്റത് ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർമെലൺ ഉണ്ട്. ഇതിലേതാണ്? ഇതിലേതാ ഹെവി? വെരി ഗുഡ്, വാട്ടർമെലൺ ആണ് ഹെവിയർ അല്ലേ. ടൊമാറ്റോ ലൈറ്റ് ആണ്. കോക്കനറ്റും ഉണ്ട്, മാംഗോ ഉണ്ട്. ഏതാണ് ഹെവി, ഏതാണ് ലൈറ്റ്? കോക്കനറ്റ് ആണ് ഹെവി, മാംഗോ ലൈറ്റ് ആണ്. ഇവിടെ ഒരു ആപ്പിൾ ഉണ്ട്, ഒരു ലേഡീസ് ഫിംഗർ ഉണ്ട്. ഏതാണ് ഹെവി? പറയൂ. വെരി ഗുഡ്, ആപ്പിൾ ആണ് ഹെവി, ലൈറ്റ് ആണ് അല്ലെ. ടേക്ക് 2 പേപ്പർ ബാഗ്സ് ഓഫ് സെയിം സൈസ്. Fill one with sand and the other with dry leaves. Discuss their weight. Which bag is heavier? ഒരു ബാഗില് ഒരേ അളവുള്ള 2 ബാഗ് എടുക്കുക. എന്നിട്ട് ഒന്നില് സാൻഡ് നിറയ്ക്കുക, ഒന്നില് ഡ്രൈ ലീവ്സ് നിറയ്ക്കുക. ഏതായിരിക്കും വെയിറ്റ് കൂടുതല്? സാൻഡിനായിരിക്കും അല്ലെ. ഡ്രൈ ലീഫ് എന്താണ്, വെയിറ്റ് ഉണ്ടായിരിക്കില്ല അല്ലെ, വെയിറ്റ് കമ്മിയല്ലേ ഉണ്ടായിരിക്കുക. അതിങ്ങനെ പൊന്തി നിൽക്കും അല്ലെ. പക്ഷെ എന്തിനാ, വെയിറ്റ് കമ്മിയായിരിക്കും അല്ലെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ പലതരത്തിലുള്ള വെയിങ് മെഷീൻ ഉണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ. നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാ വെയിറ്റ് നോക്കുന്നത്? ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റോൺ വെച്ചിരിക്കുന്നത് കണ്ടോ, വെയിങ് സ്റ്റോൺ. ഇവിടെ നമ്മൾ ഓരോ വെയിറ്റ് വെക്കും. ഈ 1 kg, 2 kg, ½ kg എന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങള് മെഷർ ചെയ്യാനുള്ള സാധനങ്ങള് വയ്ക്കും. എന്നിട്ട് ഈ 2 ബാലൻസും സെയിം ഒരുപോലെ വരുന്നത് ഇത് ഈ 2 ബാലൻസും എങ്ങനെയായിരിക്കണം? സെയിമിലായിരിക്കണം. നമ്മളിവിടെ എത്രയാണോ വീട്ടിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ള സാധനം വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള 1 kg യോ 2 kg യോ എത്രയാണ് നമ്മളിങ്ങനെ മാറി മാറി വെച്ച് നോക്കും. സ്റ്റോൺ എന്ത് ചെയ്യും? ഇപ്പൊ 1 kg ആണെങ്കിൽ നമ്മൾ 1 kg സ്റ്റോൺ വെച്ച് നോക്കും. എന്നിട്ട് അപ്പൊ ഒരേപോലെ
ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം. എന്താണ് ഇതിലിരിക്കുന്ന ഈ പാത്രത്തിലിരിക്കുന്ന നമ്മളെ മെഷറിംഗ് സാധനം എത്രയാണ്? 1 kg ആണ് മനസ്സിലാക്കാം അല്ലെ? ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 kg വെച്ച് എന്തായിരിക്കും? വെയിറ്റ് കൂടുതലുള്ള ഭാഗം താഴേക്ക് പോവും അല്ലെ? വെയിറ്റ് കുറഞ്ഞ ഭാഗം എന്ത് ചെയ്യും? മേലേക്ക് പോവും. അങ്ങനെയല്ല. ഇവിടെ കണ്ടു, നമ്മളെ ഒരു ബാലൻസിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും സെയിം വെയിറ്റ് ആണെങ്കിൽ എന്താ വരും? ഇതുപോലെ ഇങ്ങനെ നേരെ നിൽക്കും അല്ലെ? ഇല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടിയ ഭാഗം താഴേക്ക് പോരും, വെയിറ്റ് കുറഞ്ഞ ഭാഗം മേലേക്കും പോകും അല്ലെ? വാട്ടർമെലൺ ആൻഡ് മാംഗോ വാണ്ട് ടു പ്ലേ ഓൺ ദ സീസോ. വാട്ടർമെലൺ കളിച്ചിട്ടില്ലേ സീസോ? അപ്പൊ വെയിറ്റ് നിങ്ങൾ കുട്ടികൾ രണ്ട് സൈഡിൽ ഇരുന്നാലേ വെയിറ്റ് കൂടുതലുള്ള ആളായി താഴേക്ക് പോവും, വെയിറ്റ് കുറഞ്ഞ ആള് മേലേക്ക് പോവും. അങ്ങനെയല്ലേ ചെയ്യാറ്? മെലൻ സീറ്റ് വൺ സൈഡ്. നിങ്ങളെ പോലെ തന്നെ ഒരാള് എന്ത് ചെയ്തു? വാട്ടർമെലൻ പോയിട്ട് ഒരു സൈഡിൽ ഇരുന്നു, മാംഗോ അപ്പുറത്തെ സൈഡിൽ ഇരുന്നു അല്ലെ? ബട്ട് ഹി കുഡ് നോട്ട് ഗെറ്റ് അപ്പ്. വാട്ടർമെലൻ ഒരു സൈഡിൽ ഇരുന്നപ്പോ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഗെറ്റ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഹിസ് ഫ്രണ്ട് മാംഗോ കാൾഡ് അതർ മാംഗോസ് ടു സിറ്റ് ഓൺ ദ അതർ സൈഡ്. അപ്പോ മാംഗോ എന്ത് ചെയ്തു? മാംഗോ ഒരു മാംഗോ വിചാരിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലായി. കുറെ ഫ്രണ്ട്സിനെ വിളിച്ചു, മാംഗോ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവരെല്ലാരും കൂടി അപ്പുറത്തെ സൈഡില് ഇരുന്നു. How many mangoes will balance the watermelon? Find out from the picture given above. എത്ര മാംഗോസ് ചേർന്നിട്ടാണ് ഈ വാട്ടർമെലനെ ബാലൻസ് ചെയ്തത്? നമുക്ക് പിക്ചറിൽ നോക്കാം. 1 2 3 4 5 6. ഒരു വാട്ടർമെലനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ആര് വേണ്ടി വന്നു? 6 മാംഗോസ് വേണ്ടി വന്നു അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഒരു വാട്ടർമെലന് എത്ര വേണ്ടി വന്നു? 6 മാംഗോസ് വേണ്ടി വന്നു അല്ലെ? ഇവിടെയോ ഒരു കോക്കനറ്റിനെ ബാലൻസ് ചെയ്യാൻ എത്ര മാംഗോ വേണ്ടി വന്നേ? വെരി ഗുഡ്, 2 മാംഗോസ്. അപ്പൊ ഒരു വാട്ടർമെലന് 1 2 3 4 5 6 മാംഗോസ് കൂടിയിട്ടാണ് ഒരു വലിയ വാട്ടർമെലൻ ആയത് അല്ലെ? ഇവിടെയോ ഒരു കോക്കനറ്റിന് എന്ത് വേണ്ടി വന്നു? 2 മാംഗോസ് ആണ് വേണ്ടി വന്നത്. അപ്പോ how many coconuts can balance the watermelon? ഈ കോക്കനട്ട് നമുക്ക് ഈ മാംഗോസിന് പകരം കോക്കനട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോക്കനട്ട് വെക്കേണ്ടി വരും? 2 മാംഗോസിന് പകരം ഒരു കോക്കനട്ട്. 1 2 3 അല്ലെ? 3 കോക്കനട്ട്. ഒരു കോക്കനട്ട് എന്ന് പറഞ്ഞാൽ 2 മാംഗോസിന്റെ വെയിറ്റ് ആണ്. അപ്പോ 1 2 3 അല്ലെ? അപ്പൊ ഒരു വാട്ടർമെലൻ equal to 3 coconut. മനസ്സിലായോ? രാഘു and his friends made നിംബു പാനി. നിംബു പാനി എന്താണെന്ന് അറിയില്ലേ? നിംബു എന്ന് പറഞ്ഞാൽ എന്താണ്? നാരങ്ങ അല്ലെ? ലെമൺ. for രഘുസ് ഗ്രാൻഡ് മദർ. ഒരു ഗ്ലാസ് നിംബു പാനി ഉണ്ടാക്കാൻ എന്ത് വേണം? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടത്? വാട്ടർ 1 ഗ്ലാസ്, ഒരു ഗ്ലാസ് വെള്ളം വേണം. ഷുഗർ എത്ര വേണം? 1 ടീസ്പൂൺ. ലെമൺ ജ്യൂസ്. നിംബു പറഞ്ഞ എന്താണ്? ലെമൺ ജ്യൂസ് എത്ര വേണം? 2 ടീസ്പൂൺസ്. പിന്നെ എന്താ വേണ്ടത്? എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇത്രയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ഗ്ലാസ് നിംബു പാനി ഉണ്ടാക്കുന്നത്, ലെമൺ വാട്ടർ ഉണ്ടാക്കുന്നത്. Now Raghu wants to make nimbu pani for himself and his 2 friends. Raghu has to make 3 glasses of nimbu pani. ഇവരെ എന്താ ചെയ്തത്? ഒരു ഗ്ലാസ് നിംബു പാനിയാണ് ഉണ്ടാക്കിയത് അല്ലെ? അവർക്ക് പക്ഷെ എന്ത് ചെയ്യണം? 3 ഗ്ലാസ് ഉണ്ടാക്കണം. രഘുവിനും വേണം, അവന്റെ 2 ഫ്രണ്ട്സിനും വേണം. അവർക്ക് വേണ്ടിയിട്ട് 3 ഗ്ലാസസ് കൂടി ഉണ്ടാക്കണം. അപ്പൊ എത്ര ആഡ് ചെയ്യേണ്ടി വരും? ഇൻഗ്രീഡിയൻസ് എത്ര എടുക്കേണ്ടി വരും? 1 ഗ്ലാസ് നിംബു പാനിക്ക് എന്ത് ചെയ്യണം? വാട്ടർ 1 ഗ്ലാസ് എടുക്കണം അല്ലേ? അപ്പൊ 3 ഗ്ലാസിനോ? വെരി ഗുഡ്, വാട്ടർ 3 ഗ്ലാസ് എടുക്കേണ്ടി വരും. 1 ഗ്ലാസ് നിംബു പാനിക്ക് 1 സ്പൂൺ ആണെങ്കിൽ 3 ഗ്ലാസ് നിംബു പാനിക്ക് എത്ര വേണം? 3. ലെമൺ ജ്യൂസ് 1 ഗ്ലാസ്സിന് 2 സ്പൂൺസ് ആണ് വേണ്ടത്. അപ്പൊ 3 ഗ്ലാസ്സിന് എത്ര വേണം? ആഡ് ചെയ്ത് നോക്കൂ. 1 ഗ്ലാസ്സിന് 2 സ്പൂൺ അല്ലേ? അപ്പോ 2 3 ഗ്ലാസ് വേണ്ടേ? 1 2 3. അപ്പോ 2 + 2 എത്രയാ വരുന്നത്? 6 സ്പൂണ് ലെമൺ ജ്യൂസ് വേണം. സാൾട്ട് 3 പിഞ്ച് വേണ്ടി വരും. Name some drinks that are prepared at your home.
Find out the ingredients used for making your favorite drink and write them below. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടായല്ലോ, ആ ഡ്രിങ്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ്, എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മയോടോ അച്ഛനോടോ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഇൻഗ്രീഡിയൻസ് എഴുതുക, അത് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെന്ന് അവരോട് ചോദിച്ചിട്ട് ഇവിടെ എഴുതുക. ഓക്കെ. രഘുസ് ബോട്ടിൽ ഈസ് ഫിൽഡ് വിത്ത് 4 glasses ഓഫ് വാട്ടർ. രഘുവിന്റെ ബോട്ടിൽ ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര വേണം? 4 glasses ഓഫ് വാട്ടർ വേണം. നിങ്ങളുടെ ബോട്ടിൽ ഫിൽ ചെയ്യാൻ എത്ര ഗ്ലാസ് വാട്ടർ വേണം? ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഫിൽ യുവർ ബോട്ടിൽ? നിങ്ങളുടെ ബോട്ടിൽ ഫിൽ ചെയ്യാൻ എത്ര ഗ്ലാസ് വാട്ടർ വേണം? അത് നിങ്ങൾ ഇവിടെ എഴുതുക. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഫിൽ യുവർ ഫ്രണ്ട്സ് ബോട്ടിൽ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ബോട്ടിൽ ഫിൽ ചെയ്യാൻ എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിവിടെ എഴുതുക. ഓക്കെ. Does your friend's bottle fill with equal or more or less amount of water? നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബോട്ടില് നിങ്ങളുടെ ബോട്ടിലുമായിട്ട് ഈക്വലോ മോർ ആണോ ലെസ് ആണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. The friend whose bottle can carry equal water as yours. നിങ്ങളുടെ ബോട്ടിലിൽ അത്രയും വെള്ളം കൊള്ളുന്ന ഫ്രണ്ടിന്റെ ഏത് ബോട്ടിന്റെ പേര് ഇവിടെ എഴുതുക. ലെസ് വാട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫ്രണ്ടിന്റെ പേര് ഇവിടെ എഴുതണം. മോർ വാട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എഴുതുക. ലെസ് വാട്ടർ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുകയാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. മുന്നത്തെ ചാപ്റ്റേഴ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവര് അത് പോയി ചെക്ക് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.